ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തുടങ്ങിയാലോ? എല്ലാ ഫ്രൈഡേയും വീട്ടിലിരുന്ന് കുക്കിംഗ് മാത്രം പോരല്ലോ, ഇടയ്ക്കൊക്കെ അടുക്കളയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാനും ഐസപ്പനും ഏഞ്ചലും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഡാഡി നാട്ടിൽ പോയ പിന്നെ ഐസപ്പിൻ്റെ കറക്കമൊക്കെ കുറഞ്ഞു. അവൾക്കത് കാരണം ചെറിയൊരു വിഷമമുണ്ട്. ആ വിഷമവും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളുടെ അടുത്തുള്ള പാർക്കായതുകൊണ്ട് ടാക്സിക്കൊന്നും പോകേണ്ടി വന്നില്ല, ബസ്സിന് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നത് കൊണ്ട് എൻ്റെ ഇൻട്രോ വീഡിയോ എല്ലാം പോയി. അതുകൊണ്ട് കിട്ടിയ വീഡിയോയൊക്കെ മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാണ് ഗൈസ്. ഐസപ്പം ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവൾ കുറേ നാളായി ഇങ്ങനെയൊക്കെ പുറത്ത് വന്നിട്ട്. അപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാർക്കിലാണ് ഗൈസ് പോയത്. ബൊളിവിയാടെന്ന് പറഞ്ഞൊരു പാർക്കാണ്. ഭയങ്കരമായിട്ട് ഹരിതാപവും പച്ചപ്പും ഒക്കെ ഉള്ളൊരു പാർക്കായതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നത്തില്ല. പക്ഷേ ചൂട് സമയമാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും. പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് ആ പാർക്ക് കാണാൻ വേണ്ടിയിട്ട്. കുറേ ഇടത്തൊക്കെ ഇങ്ങനെ വെറൈറ്റി ഫ്ലവേഴ്സും പിന്നെ കുറച്ച് പച്ചപ്പും നല്ല ഭംഗിയാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് ബൊളിവിയാട് പാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടോട്ട് തന്നെ വന്നത്. ഐസപ്പിന് ഓടി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൂടാതെ വേറൊരു വലിയ കാര്യം പറയാനുള്ളത്, ഈ പാർക്ക് ഭയങ്കര മെമ്മറീസാണ് ഞങ്ങൾ കുറച്ച് പേർക്ക്. കാരണം ഞങ്ങൾ ഈ ടിക്ടോക്ക് തുടങ്ങിയ സമയത്തൊക്കെ ഈ പാർക്കിൽ വന്ന് നിന്നായിരുന്നു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. ഒരു ഫ്രൈഡേ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും രാവിലെ തന്നെ ഈ പാർക്കിലോട്ട് ഇറങ്ങും. ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്നത്. അതുപോലത്തെ മെമ്മറീസ് ഈ ഒരു പാർക്കിൻ്റെ ഓരോ മുക്കും മൂലയിലും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ. അപ്പം ഞങ്ങൾ വന്നത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. കുറേ നാളായി അവൾക്കും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഐസപ്പനും അവളുടെ ഒപ്പം കുറച്ച് തുള്ളി വീഡിയോസൊക്കെ എടുത്തു. അവളുടെ കൂടെ കുറേ നേരം കളിച്ചു. കുറേ നാളായി ഇങ്ങനൊരു എന്തൊരു നടത്തവും ഇങ്ങനൊരു ഔട്ടിങ്ങും ഒക്കെ ആയിട്ട്. ഞാനും ഹാപ്പിയായിരുന്നു, ഐസപ്പനും ഹാപ്പിയായിരുന്നു, ഒപ്പം അവളും ഹാപ്പിയായിരുന്നു. അവൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തപ്പോൾ അവളും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഐസപ്പനാണെങ്കിൽ കളിയും അവിടെ പിള്ളേരുടെ കുറേ എന്തൊക്കെയോ ഗെയിമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി നിന്ന് കുറച്ച് നേരം കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ആയപ്പോൾ മടുപ്പായി. അവൾക്കും മടുപ്പായി തുടങ്ങി. കാരണം ഓടി നടന്ന് കാലിനൊക്കെ നല്ല വേദനയായി ആൾക്ക്. പിന്നെ ഉച്ച സമയം കൂടെ ആണല്ലോ, വിശപ്പ് നോർമലായിട്ട് വരും. അപ്പോൾ എവിടെ ആണെങ്കിലും പോയി കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ചെറിയൊരു സ്നാക്സ് അവൾക്ക് മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. ഇനി അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു സ്പോട്ട് എവിടെയെന്ന് കരുതി കുറേ നേരമൊക്കെ തപ്പി നോക്കി അടുത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന്. പിന്നെ ഞങ്ങളൊന്ന് നോക്കി ഞങ്ങളുടെ സ്ഥിരം സൂക്കിലേക്ക് വരാൻ തോന്നി. അവിടെ സൂക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. പക്ഷേ സൂക്കി വന്നിട്ടും ഒരു തൃപ്തിയില്ല. മീൽസൊക്കെ കഴിക്കാനുള്ള ആഗ്രഹമാണ് തോന്നിയത്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. ലുലുവിൻ്റെ തന്നെ മുകളിലത്തെ ഫ്ലോറിൽ ഷെഫ് നൗഷാദിൻ്റെ ഒരു ഹോട്ടലുണ്ടെന്ന് അറിയാം. ഇതുവരെ പോയി കഴിച്ചിട്ടില്ല. കുറേ ഫ്രണ്ട്സൊക്കെ പോയി കഴിച്ച് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അവിടെ തന്നെ കയറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മീൽസ് പറഞ്ഞു. അവൾ എന്തോ ഒരു വെറൈറ്റി സാധനമൊക്കെ പറഞ്ഞു. സംഭവം എന്താണെങ്കിലും കൊള്ളാം കേട്ടോ. ഐസപ്പനും എന്താണെങ്കിലും ചോറൊക്കെ കഴിച്ചു. വെറൈറ്റിയൊക്കെ അവളും ട്രൈ ചെയ്തു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. സാധാരണ ചില സമയത്തൊക്കെ ഇച്ചിരി മൂശാട്ടേ ആവുന്നതാണ്. പക്ഷേ മൂശാട്ടമൊന്നും ഇല്ലാതെ ആൾക്ക് ഇച്ചിരി ഗെയിമൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവളും ഫുഡ് കഴിച്ചു, ഞങ്ങളും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ഇറങ്ങി ഞങ്ങൾ നേരെ പിന്നെ സൂക്കിലോട്ട് ജസ്റ്റ് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. വലിയ ഒരു ഷോപ്പിങ്ങൊന്നും അല്ല, ജസ്റ്റ് ഷോരൂം നടന്നു ഇതിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വരാനുള്ള പരിപാടി തുടങ്ങി. കാരണം മടുപ്പായി ഗൈസ്. രാവിലെ ഇറങ്ങിയതാണ്, ഇനിയെങ്കിലും വീട്ടിൽ കയറിയില്ലെങ്കിൽ ശരിയാവത്തില്ല. ഐസപ്പൻ തളർന്നു. അപ്പോഴത്തേക്ക് കുറച്ച് നേരം അവളെ എടുത്തുകൊണ്ടൊക്കെ നടന്നു. വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാത്ത ചെറിയ വ്ളോഗ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വല്ലപ്പോഴൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.